കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കുടുംബത്തോട് ദർശനം നടത്തി നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. അദ്ദേഹത്തിനൊപ്പം ഭാര്യ രാധിക, മക്കളായ മാധവ് ഗോകുലും ഭവാനിയും മരുമകൻ ശ്രേയസ് മോഹനും എന്നിവർക്കൊപ്പമാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയത്. മൂകാംബിയിലെ നവചണ്ഡികാ ഹോമത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ബംഗളൂരു സ്വദേശിയായ പുരുഷോത്തം റെഡ്ഡി നൽകിയ 10 ടൺ ബസുമതി അരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ചടങ്ങിലേക്ക് സമർപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുരേഷ് ഗോപി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയയോട് പങ്കുവച്ചത്. ലോകഗുരുവായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി നവചണ്ഡികാ ഹോമം നടത്താനും പങ്കെടുക്കാനും സാധിച്ചു. ഈ പുണ്യവേളയിൽ ബംഗളൂരുവിൽ നിന്നുള്ള മോദിജിയുടെ ഉറച്ച അനുഭാവിയും തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ പുരുഷോത്തമ റെഡ്ഡി നവചണ്ഡിക ഹോമം നടത്തുന്ന ചടങ്ങിലേക്ക് ബസ്മതി അരി നൽകുകയുണ്ടായി. അത് നമ്മുടെ പ്രിയങ്കരായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മോദിജിയുടെ പേരിൽ നാളെയിലും മൂകാംബിക അമ്മയ്ക്ക് സമർപ്പിക്കാൻ സാധിച്ച് വലിയൊരു അനുഗ്രഹമായി കാണുന്നു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഭാരതത്തിന്റെ ഐശ്വര്യത്തിനും ലോക നന്മയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. ഒപ്പം ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങളും സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ നിന്നുള്ള എം.പിയായ സുരേഷ് ഗോപി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ പെട്രോളിയം പ്രഗതിപാതകം ടൂറിസം സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇനി റിലീസ് ചെയ്യാനുള്ള ചിത്രം ഒറ്റക്കൊമ്പനാണ്.